ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ പാഠങ്ങൾ ഏതൊക്കെയാണെന്നും എത്ര യൂണിറ്റ് ഉണ്ടെന്നും അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും പരിചയപ്പെട്ടു. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ബാക്കി ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഇക്കായി അഥവാ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സഫറോങ്കി ജുഗൽബന്ദിയാണ്. സഫർ എന്ന് പറഞ്ഞാൽ യാത്രയാണ്. അപ്പം ഇതൊരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ്. അപ്പം നമുക്കിവിടെ ഒരു ചിത്രം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ ഒരു ട്രെയിൻ വന്നിട്ട് ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേർ അതിൽ കയറാൻ വേണ്ടി പോകുന്നു, കുറച്ച് പേർ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു മൈക്കിൻ്റെ ചിത്രം കാണുന്നുണ്ട്. അതിലൊരു അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ട്. യാത്രിയോം കൃപയാ ധ്യാൻ ദേ. അതായത് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ട്രെയിൻ വരുന്നതും, അതായത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ട്രെയിൻ കാണുന്നുണ്ട്. ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആദ്യത്തെ പാഠം ഒരു തീവണ്ടി യാത്രയെ ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു ചിത്രം കണ്ടു. അതിൽ 2 പേര് തീവണ്ടി കാത്തു നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പിക്ചർ വന്നു. ഒരു ട്രെയിൻ വന്ന് സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് അതിൽ കയറുന്നുണ്ട്, കുറേ ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് ഗിടുക്കി. എഴുതിയത് അഞ്ജു ഗർബന്ദ. ഇതൊരു ലഘുകഥയാണ്. ലഘുകഥ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ നമ്മൾ 2 ചിത്രം മുന്നേ കണ്ടു. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഫാമിലിയാണ്, പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു ഫാമിലി. അതിൽ 2 കുട്ടികളുണ്ട്, ഒരു അച്ഛൻ, ഒരമ്മ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. ഇതൊരു ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ എവിടേക്കോ യാത്ര പോവുകയായിരിക്കും, അല്ലേ? എവിടേക്കോ യാത്ര പോവുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി, അതായത് ലഘുകഥയിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലഘുകഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അഞ്ജു ഗർബന്ദയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. अंजू गरबंदा का जन्म दिल्ली में हुआ. वे अध्यापिका, लेखिका तथा रेडियो कलाकार है. लघुकथा, कविता, संस्मरण आदि विधाओं में वे कार्यरत है. उजली होती बोर, किंग्सवे कैंप, दिल्ली 9 आदि प्रकाशित कृतियाँ हैं. सावित्री बाई फुले सम्मान से वे पुरस्कृत है. അതായത് അഞ്ജു ഗർബന്ദ ജനിച്ചത് ദില്ലിയിലാണ്. അതായത് 1971 ഒക്ടോബർ 31 ദില്ലിയിലാണ് ജനിച്ചത്. വി അധ്യാപിക, ലേഖിക തഥ റേഡിയോ കലാകാർ ഹെ. അധ്യാപികയായിരുന്നു, ലേഖികയാണ്, അതുപോലെ തന്നെ റേഡിയോ കലാകാരുമാണ്. അധ്യാപികയാണ്, ലേഖിക എന്ന് പറഞ്ഞാൽ എഴുത്തുകാരിയാണ്, റേഡിയോ കലാകാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ജോക്കി, RJ എന്നെല്ലാം പറയുന്നത് പോലെ. അതുപോലെ ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാവോമേ വേ കാര്യരത് ഹെ. ലഘുകഥ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി, കവിത പോയം, സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. അപ്പോൾ ലഘുകഥ, കവിത, ഓർമ്മക്കുറിപ്പ്, ആദി വിധാവോമേ എന്ന് പറഞ്ഞാൽ മേഖലകളിൽ, തുടങ്ങിയ മേഖലകളിൽ വേ കാര്യരത് ഹെ, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഉജ്ലി ഹോത്തി ബോർ, കിങ്സ്വേ ക്യാമ്പ്, ദില്ലി 9 ആദി പ്രകാശിത കൃതിയാം ഹെ. ഈ 2 കൃതികൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. സാവിത്രി ബായി ഫൂലെ സമ്മാൻ സേവെ പുരസ്കൃത ഹെ. അതായത് ഒരു അവാർഡാണ്, അവാർഡിൻ്റെ പേരാണ് സാവിത്രി ബായി ഫൂലെ എന്ന് പറയുന്നത്. അത്തരമൊരു അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ഗർബന്ദയെക്കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒക്ടോബർ 31 1971 ദില്ലിയിൽ ജനിച്ചു. അധ്യാപികയായിരുന്നു, ലേഖികയായിരുന്നു, അതുപോലെ തന്നെ റേഡിയോ കലാകാരായിരുന്നു. ലഘുകഥ, കവിത, സംസ്മരൺ എന്നിവയിലെല്ലാം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ സാവിത്രി ബായി ഫുലെ എന്ന് പറഞ്ഞ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ എഴുത്തുകാരിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് ഗിടുക്കി. ലഘുകഥയാണ്. ലഘുകഥ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി. आया था. ट्रेन से जाना तय हुआ. सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार AC के बजाय जनरल कोच से सफ़र का आनंद लिए जाए.
എന്താണെന്ന് നോക്കാം. ഹോഷിയാപൂർ സെ ഷാദി കാ ബുലാവ ആയാ താ. അതായത് ഇവിടെ ഹോഷിയാപൂർ എന്ന സ്ഥലത്ത് നിന്നും ഷാദി കാ ബുലാവ ആയാ താ. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം, ബുലാവ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്ഷണം, ആയാ താ വന്നു. ഹോഷിയാപൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു കല്യാണ ക്ഷണം വന്നു അഥവാ വന്നിട്ടുണ്ട്. ട്രെയിൻ സി ജാന തൈ ഹുവ. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽഗാഡി, തീവണ്ടിയിൽ പോവാൻ തീരുമാനിച്ചു. ഇവിടെ ഹോഷിയാപൂരിൽ നിന്ന് ഒരു വിവാഹ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കാ വന്നതെന്ന് വെച്ചാൽ ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് ഒരു കല്യാണം, അവരെ ഒരു കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അവിടേക്ക് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിലാണ്. അപ്പോൾ ഈ ഒരു ലൈൻസിലെ കുറച്ച് വാക്കുകൾ നോക്കുക. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം, ബുലാവ എന്ന് പറഞ്ഞാൽ ക്ഷണം, അതുപോലെ തൈ എന്ന് പറഞ്ഞാൽ തീരുമാനം, തൈ ഹുവ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. അടുത്ത നോക്കൂ. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिए जाए. അതായത് സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്, അതായത് ഹൽക്കി എന്നുള്ള പറയുമ്പം ഒരു തണുപ്പ് കൂടിക്കൂടി വരുന്ന ഒരു സമയമായിരുന്നു. അത് തണുപ്പുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ അവരെന്താണ്, ഇസ്ലിയെ സോച്ച, അതുകൊണ്ട് ചിന്തിച്ചു. സോച്ച എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ചലോ ഇസ് ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയേ ജായേ. എന്താണ് ഈ പ്രാവശ്യം, ഇസ് ബാർ ഈ തവണ, എ സി കെ എന്താണ് എ സിക്ക് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ പകരം, ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഈ പ്രാവശ്യം അതായത് ഒരു തണുപ്പുള്ളൊരു കാലമായതുകൊണ്ട്, തണുപ്പ് ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ എ സിക്ക് പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓൾറെഡി തണുപ്പുള്ളൊരു കാലമായതുകൊണ്ട് തന്നെ ആ സമയത്ത് എ സി വേണ്ട, ജനറൽ കോച്ചിൽ പോയാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ എന്താണ് ഈ തവണ അങ്ങനെ പോവാം എന്ന് പറഞ്ഞത്, അഥവാ അവരങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ ബജായി എന്ന് പറഞ്ഞാൽ തീരുമാനം, സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, അതുപോലെ ഇസ് ബാർ അല്ലെങ്കിൽ ഈ തവണ, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. പഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നരാസ് ഹുയേ. അതായത് ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിൽ പോകുന്നതിന് കുറച്ച് ദേഷ്യപ്പെട്ടു. അതായത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ജനറൽ കോച്ചിൽ പോകുക എന്ന് പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പർ ഫിർ തോടി ന നുക്കുർ കെ ബാദും മാൻ ഗയേ. പർ ഫിർ എന്നാൽ പിന്നീട്, തോടി ന നുക്കുർ എന്ന് വെച്ചാൽ കുറച്ച് വിസമ്മതം, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, പോകാൻ താല്പര്യമില്ല എന്ന് കാണിച്ചതിന് ശേഷം അവർ ബാദ് എന്ന് വെച്ചാൽ ശേഷം, മാൻ ഗയേ എന്താണ് അല്പം ഒരു താല്പര്യമില്ല എന്നാൽ സമ്മതിക്കാം എന്നൊരു രീതിയിൽ അവർ എന്താണ് അത് അംഗീകരിച്ചു. എന്നാൽ ജനറൽ കോച്ചിൽ പോകാമെന്നുള്ള തീരുമാനത്തെ അവർ അംഗീകരിച്ചു. दिल्ली से लगभग 8 घंटे का सफ़र, सीट बुक थी तो ज़्यादा परेशानी नहीं हुई. അതായത് ദില്ലിയിൽ നിന്നും ഏകദേശം, ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8 घंटे का सफ़र 8 മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു. അതായത് ഇവർ കല്യാണത്തിന് പോവേണ്ട സ്ഥലത്തേക്ക്, അവർ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, ദില്ലിയാണ്. അപ്പോൾ ദില്ലിയിൽ നിന്ന്, അപ്പോൾ അവരുടെ സ്ഥലം ഓർത്ത് വെക്കുക, ദില്ലിയാണ് അവരുടെ സ്ഥലം. അപ്പോൾ നമ്മുടെ ലേഖികൻ്റെ സ്ഥലം എവിടെയാണ്, ദില്ലി തന്നെയാണ്. അപ്പോൾ ദില്ലിയിൽ നിന്ന് അവർ കല്യാണത്തിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് അവർക്ക് 8 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. സീറ്റ് ബുക്ക് തി തോ ജ്യാദ പരേശാനി നെഹി ഹുയി. എന്താണ്, സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് യാത്ര ചെയ്യാനുള്ള സീറ്റ് മുൻകൂട്ടി അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ ജ്യാദ പരേശാനി നെഹി ഹുയി. അതുകൊണ്ട് തന്നെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബച്ചോനെ ജഡ് ഗിടുക്കി വാലി സീറ്റ് ജപട്ട് ലി. അതായത് ബച്ചോ കുട്ടികൾ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഗിടുക്കി നമ്മളെ കഥയുടെ പേര് തന്നെയാണ് ഗിടുക്കി. അപ്പോൾ ഗിടുക്കി വാലി സീറ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് ആയിട്ടുള്ള സീറ്റ്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ ആ വിൻഡോസ് ആയിട്ടുള്ള സീറ്റ് അവർ പിടിച്ചെടുത്തു. അപ്പോൾ അവർക്ക് അവിടെ ഇരിക്കണം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്താണ് വിൻഡോസ് സൈഡിൽ ഇരിക്കാനായിരിക്കും. അതുപോലെ തന്നെ അവർക്കും എന്താണ് ആ ഒരു സൈഡിലുള്ള സീറ്റ് അവർ പിടിച്ചെടുത്തു. സാരാ സാമാൻ सेट कर मैं और पत्नी बातों में
മഷ്ഗൂൽ ഹോ ഗയേ. അതായത് അവർ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. അതിനുശേഷം അവരുടെ സാമാൻ എന്ന് വെച്ചാൽ അവരുടെ എല്ലാ സാധനങ്ങളും, അവർ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ സെറ്റ് ചെയ്തിട്ട് എന്തായി, ശേഷം അവർ മേ ഔർ പത്നി, ഞാനും ഭാര്യയും ബാത്തോമേ ഓരോ കാര്യങ്ങൾ മഷ്ഗൂൽ ഹോ ഗയേ, അതായത് അതിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവർ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്, അവർ ഒരു കല്യാണ ക്ഷണം വന്നു. എവിടുന്ന്, ഹോഷിയാപൂരിൽ നിന്ന് അവർക്കൊരു കല്യാണ ക്ഷണം വന്നു. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ട്രെയിൻ മാർഗ്ഗമാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവർ എവിടെ നിന്നാണ് പോകുന്നത്? ദില്ലിയിൽ നിന്നാണ് അവർ കല്യാണത്തിന് പോകുന്നത്. ദില്ലിയിൽ നിന്ന് 8 മണിക്കൂർ ദൂരം, അല്ലെങ്കിൽ 8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവർ പോകുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡയറി, കത്തിൽ എഴുതുന്ന സമയത്ത് ഈ ഒരു കഥയിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ദില്ലി എന്ന് പറഞ്ഞ സ്ഥലം ഓർത്ത് വെക്കുക. നമ്മളെങ്കിൽ കഥാപാത്രങ്ങളുടെ താമസ സ്ഥലം അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് ദില്ലിയിലാണ്. അപ്പോൾ അവർ പോകുന്ന സ്ഥലമാണ് ഹോഷിയാപൂർ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്ത് കുറച്ച് സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.